മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ചോദ്യം ഒരാൾ എഴുതിയിരിക്കുന്നത്, എനിക്ക് എല്ലാ കാര്യത്തിലും ആശങ്കയാണ്. ഞാൻ അതിനെക്കുറിച്ച് പല പ്രാവശ്യം ചിന്തിച്ചു, തെറ്റും ശരിയും ഒക്കെ കണക്ക് കൂട്ടി, പക്ഷേ രക്ഷപ്പെടാൻ പറ്റുന്നില്ല. എന്തെങ്കിലും മാർഗമുണ്ടോ? ഇത്തരം ചോദ്യങ്ങളൊക്കെ ഇതിനു മുമ്പും ഇതുപോലെ ഇതിനെ അനുബന്ധിച്ചുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. ഈ ആശങ്ക, എല്ലാത്തിനും ആശങ്ക തോന്നുക എന്നുള്ളത് ഒരു പ്രത്യേക മാനസികാവസ്ഥ തന്നെയാണ്. ഈ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് എന്താണ്? നമുക്കെന്ത് സംഭവിക്കുമെന്ന് എപ്പോഴും നമുക്കുള്ള ഒരു പ്രശ്നം. ഇവിടെ മനസ്സിന് മാത്രമല്ല, ശാരീരികമായ പ്രശ്നത്തിനും ഇത് കാരണമായി തീരും. അപ്പോൾ നിങ്ങൾ എത്ര നാൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നു എന്ന് ചോദിക്കുന്നവരോടൊപ്പം നമ്മൾ ഒരു ചോദ്യം കൂടെ ചോദിക്കണം, നിങ്ങൾ എത്ര നാളായി സമാധാനത്തോടു കൂടി ജീവിക്കുന്നു എന്ന്. നമുക്ക് ചുറ്റുമുള്ള പലരെയും കണ്ടിട്ടില്ലേ, എപ്പോഴും സ്ഥായിയായ ഒരു ഭാവമാണ്, എന്തോ അവർക്ക് സംഭവിക്കുന്നു എന്നുള്ള തോന്നലും. ഈ ആശങ്കയൊക്കെ എപ്പോൾ തീരും, അല്ലെ എന്ന് തീരുമെന്നൊക്കെ ചോദിച്ചാൽ തനിക്കറിയില്ല എന്നുള്ളൊരു മറുപടിയും കിട്ടും. ഇവിടെയൊക്കെ സംഭവിക്കുന്നത് ഹൃദയം തുറന്ന് നമ്മുടെ രഹസ്യ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് നമുക്കൊരാളെ ലഭിക്കുന്നില്ല എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ അത് കൂടാതെ ശരീരത്തിൽ ചില വൈറ്റമിൻസിൻ്റെയൊക്കെ മിനറൽസിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന മൂഡ് സ്വിങ്, ഇങ്ങനെ പലതരത്തിലുള്ള ആശങ്കകളാണ്. ഇതിനൊക്കെ കാരണഭൂതരായ ധാരാളം പ്രശ്നങ്ങളുമുണ്ട്. ഇത്തരത്തിൽ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ ആശങ്കകൾ ആരെങ്കിലുമായിട്ട് സംസാരിച്ച് അതിനെ വഴിതിരിച്ചു വിടുക എന്നുള്ളത്. നമ്മൾ ഒരു ബ്ലോക്കിലൊക്കെ ചെന്ന് പറയുമ്പം നമ്മൾ ചോദിക്കും ആരോടെങ്കിലും, എനിക്കിതിനൊന്ന് മാറി പെട്ടെന്ന് പോകാൻ വഴിയുണ്ടോ എന്ന്. അതേപോലെ തന്നെ നമ്മൾ ആരെങ്കിലുമായിട്ട് സംസാരിച്ച് നമ്മുടെ പ്രശ്നങ്ങളെ ഒരു വഴി മാറ്റി വിട്ടിട്ട് നമ്മൾ ഭേദമായി, നമുക്ക് ആശങ്കയ്ക്ക് കുറച്ച് കുറവുണ്ട് എന്ന് ഇമാജിൻ ചെയ്യത്തക്ക വിധത്തിലൊക്കെ നമ്മൾ മാറിയേ പറ്റൂ. അതാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം. ചില കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. ഹെൻറി കൈസർ എന്ന് പറഞ്ഞ ഒരാൾ മെഷീൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കൊടുങ്കാറ്റും മഴയും കൂടെ വന്ന് പല മെഷീൻസും അദ്ദേഹത്തിൻ്റെ മണ്ണിൽ പൂണ്ടുപോയി. അപ്പോൾ ജോലിക്കാർക്ക് ഇത് കണ്ടപ്പോൾ വളരെ സങ്കടമായി. അപ്പോൾ കൈസർ പറഞ്ഞ എന്താണ്, ഞാൻ മണ്ണ് മൂടിയ മെഷീൻസ് ഒന്നും കാണുന്നില്ല, ഞാൻ തെളിഞ്ഞ ആകാശമാണ് കാണുന്നത്. നിങ്ങളും അതേപോലെ ഈ തെളിഞ്ഞ ആകാശം കൊണ്ട് ഉത്സാഹഭരിതരായി നമുക്ക് വർക്ക് ചെയ്യാം. ഇവിടെ എന്താണ്, നമ്മുടെ കാഴ്ചപ്പാടിനെ, പെർസെപ്ഷനെ നമ്മൾ വൈഡറാക്കി മാറ്റണം, വലുതാക്കണം എന്നുള്ളതാണ്. നമുക്ക് നെഗറ്റീവായ ചിന്തകളായിരിക്കും എപ്പോഴും കൂടുതൽ വരുന്നത്. പക്ഷേ പല നെഗറ്റീവ്സും ജീവിതത്തിൽ സംഭവിക്കും. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. എപ്പോഴും ഒരു കുതിനൊരു കുഴിയുണ്ട് എന്ന് നമ്മൾ പറയും. നമ്മൾ കുറച്ചൊരു ഫ്ലെക്സിബിളായി മാറണമെന്ന് പറയും. സാധാരണ ആശങ്കയുള്ളവർ കഴിഞ്ഞ കാര്യങ്ങളും ഇനി വരാൻ പോകുന്ന കാര്യങ്ങളും കൂടെ കൂട്ടിക്കുഴച്ച് ഇതെല്ലാം കൂടെ കൊണ്ടു നടക്കും. 2 ഭാണ്ഡക്കെട്ടുമായിട്ട് മല കയറിപ്പോയ ഒരാളെ കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങളെന്താ ഈ 2 കെട്ടും പിന്നെ മല കയറിയും? അയാൾ പറഞ്ഞു, ഒന്ന് എൻ്റെ കഴിഞ്ഞകാല ദുരിതങ്ങൾ, ഒന്നിനി വരാൻ പോകുന്ന ദുരിതങ്ങൾ. അപ്പോൾ ചോദിച്ച ആൾ പറഞ്ഞു, കഴിഞ്ഞ കാലം സംഭവിച്ചു കഴിഞ്ഞു, അതിനി എന്തിനു നിങ്ങൾ ചുമക്കുന്നു? വരാൻ പോകുന്നത് വന്നില്ലല്ലോ, വന്നിട്ട് ചുമന്നാൽ പോരെ എന്നാണ്. ഇതാണ് ചിലർ ചെയ്യുന്നത്. സകല ദുരിതങ്ങളും കൂടെ കൊണ്ട് നടക്കുന്ന തൻ്റെ ചുമലിലേറ്റി. അയാൾ അത്തരത്തിലുള്ള ഒരു ഭാണ്ഡക്കെട്ടുകളെ താഴ്ത്തി വെച്ച് കഴിയുമ്പം അയാൾക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കി. അയാൾ ഫ്രീ ആയി അയാളുടെ ആശങ്കകളിൽ നിന്നും. അതാണ് അയാൾ പിന്നീട് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിനോട് തർക്കിക്കണ്ട, മനസ്സുമായിട്ട് സംവേദിക്കണം എന്ന് പറയും, ചർച്ച ചെയ്ത് തീരുമാനിക്കണം. നമ്മൾ ഒരു പെട്ടെന്നൊന്നും നമ്മൾ ഈ ലോകമുണ്ടാക്കിയ നിയന്താവൊന്നും അല്ല, നമ്മൾ ലോകം ഉണ്ടാക്കിയ ആളൊന്നും, നമ്മളിതിൻ്റെ ഒരു കണ്ണി മാത്രം. അപ്പോൾ പടിപടിയായിട്ട് മാത്രമേ നമുക്ക് കാര്യങ്ങളെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് ചിന്തിക്കണം, നമ്മളെപ്പോലല്ല മറ്റുള്ളവർ. നമ്മുടെ പ്രശ്നമല്ല മറ്റുള്ളവർക്ക് പ്രശ്നം, നമ്മുടെ ചിന്തയല്ല മറ്റുള്ളവർ, നമ്മുടെ ആവശ്യമല്ല മറ്റുള്ളവരുടെ ആവശ്യം. ഒരു മാർക്കറ്റിൽ ചെന്ന സമയത്ത് അവിടെ എല്ലാവരും ചുമന്ന ഒരു പഴം പോലെ ഇരിക്കുന്നത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു, ചെറിയ ഫ്രൂട്ട്. കണ്ട ആൾ വിചാരിച്ചു, എല്ലാവരും വാങ്ങിക്കുന്നത് ചെറിയ ഫ്രൂട്ടാണ്, നല്ലതായിരിക്കും. അദ്ദേഹവും കുറച്ച് വാങ്ങിച്ച് ദൂരെ മാറിയിരുന്ന് കടിച്ചു നോക്കിയപ്പോഴാണ് ഇതൊരു ചുവന്ന മുളകാണെന്ന് മനസ്സിലായത്.
അപ്പം ഇവിടെ അനുകരണമല്ല നമ്മൾ ചെയ്യേണ്ടത്. പിന്നെന്താണ്, നമ്മൾക്ക് എന്താണ് ആവശ്യം, രണ്ട് കൈയും സ്വീകരിച്ചതിന് ശേഷം ഒന്ന് നോക്കുക ഏത് നമ്മൾ സ്വീകരിക്കണം, ഏത് നമ്മൾ കളയണം എന്നാണ്. കേടുവന്നതിനെ കളയുക തന്നെ വേണം. നെഗറ്റീവായിട്ട് ചിന്തകളെ മാറ്റിക്കളഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ദൂരെ നിൽക്കുന്ന സമാധാനത്തെ അകത്തേക്ക് വിളിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. നല്ലത് ചിന്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മളിലുള്ള അഹം മാറുകയാണ്, ഞാനെന്ന ഭാവത്തിന് മാറ്റം വരികയാണ്. അവിടെ ഉത്സാഹവും സന്തോഷവും ഒക്കെ ഒരു പെയിൻ കില്ലറെ പോലെ നമുക്ക് വേദന സംഹാരിയായിട്ട് മാറും എന്നുള്ളത് സാരമില്ല. അതേ സംഭവിക്കുള്ളൂ. ആ വേദന സംഹാരിയാണ് ഉത്സാഹം എന്ന് പറയുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് കാര്യങ്ങളെ നമ്മൾ നേരെ ചൊവ്വേ നോക്കിക്കാണണമെന്ന് പറയും. അതിൻ്റെ കുറ്റം കുറവും കുറച്ചൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് പ്രയോറിറ്റി നിശ്ചയിക്കണം. ചിലരൊക്കെ വന്ന് പറയും എന്നെ ആർക്കും ഇഷ്ടമല്ല, അങ്ങനെ പരിഭവങ്ങളൊക്കെ ഒരുപാട് പറയും. ഇതെല്ലാം നമ്മുടെ കുറ്റമാണ്, മറ്റുള്ളവരുടെ കുറ്റമല്ല. അതുകൊണ്ട് ഞാൻ മാറും, അങ്ങനെ നമ്മളൊരു ഭാവനയിൽ കാണുക എന്ന് പറയും. അങ്ങനെ വരുന്ന കാര്യങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഭാരത്തെ കുറയ്ക്കുമ്പോൾ ആശങ്കയ്ക്കും കുറവുണ്ടാകും. നമ്മുടെ പ്രശ്നമല്ല ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം, പക്ഷെ നമ്മുടെ പ്രശ്നവും പ്രശ്നം തന്നെയാണ്. ബട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രശ്നത്തിന് പോംവഴിയുണ്ട്, പലരുടെയും പ്രശ്നത്തിന് പോംവഴി ഇല്ലല്ലോ എന്ന് നമുക്ക് തോന്നും. അപ്പോൾ തലച്ചോറിൻ്റെ ചിന്താശക്തിയും അദൃശ്യരൂപിയായി നമ്മളിലുള്ള മനസ്സിൻ്റെ ഒരു ഇമോഷൻസും കൂടെ കൂട്ടിച്ചേർത്ത് നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ സ്വപ്നം കാണാൻ പറ്റും, അത് സാക്ഷാത്കരിക്കുമെന്നുള്ള വിശ്വാസം നമ്മളിൽ രൂഢാമൂലമാകുമ്പോൾ ആശങ്കകൾ ഒഴിയും. ഇവിടെ ശാന്തമായി ഒഴുകുന്ന ഒരു കടലാണെന്ന് നമ്മൾ ധരിക്കുക. അതുപോലെ സുഗന്ധവാഹിയായ റോസാപ്പൂവും മുല്ലപ്പൂവും ഒക്കെ കൂടെ മണം തരുന്ന ഒരു ഗാർഡൻ, പൂന്തോട്ടത്തിൻ്റെ അടുത്തുകൂടിയാണ് നമ്മൾ നടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ സുഗന്ധം നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു അനുഭൂതി. അതേപോലെ തന്നെ ഈ പ്രശ്നങ്ങളെ നമ്മൾ വഴിതിരിച്ചു വിടുന്ന സമയത്ത് ആശങ്കകൾ ഒരു പരിധിവരെ രക്ഷിക്കാൻ സാധിക്കും. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേറൊരു ചോദ്യോത്തരവുമായി അടുത്ത ആഴ്ച.